നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 10 കൊല്ലം കേരളം ഭരിച്ചു നശിപ്പിച്ച പിണറായി വിജയൻ നൽകാത്ത നീതി. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിനിയായിരിക്കെ കത്തിക്കുത്തിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ കുടുംബത്തിന് ഹൈക്കോടതി നൽകി. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയത്. വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് 5 പ്രതികളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസുമായി ബന്ധപ്പെട്ട എല്ലാ മൊഴികളും രേഖകളും നൽകണമെന്ന ആവശ്യവും കോടതി തള്ളി. കുറ്റപത്രത്തിനൊപ്പം ഇല്ലാത്ത രേഖകളാണ് പ്രതികൾ ആവശ്യപ്പെട്ടത്. കേസിൽ കഴിഞ്ഞ ആഴ്ചയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്. വിചാരണ തുടങ്ങിയാൽ CPM-നും SFI-ക്കും എതിരെ അഭിമന്യുവിന്റെ കൊലപാതകികൾ തെളിവ് നൽകുമെന്ന ഭയം കാരണമാണ് ഇത്രയും നാളും പോലീസ് ഭരിച്ച പിണറായി വിജയൻ വിചാരണ പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കേസിൽ 26 പ്രതികളാണുള്ളത്. ഇതിൽ 16 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ച വിചാരണ നടപടികൾ ആരംഭിച്ചത്. മറ്റ് പ്രതികൾക്കെതിരായ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് പ്രതികൾ കുറ്റം നിഷേധിച്ചു. കേസ് വീണ്ടും ഈ മാസം 24-ന് പരിഗണിക്കാനിരിക്കെയാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. വിചാരണ നടപടികൾ എന്ന് തുടങ്ങുമെന്ന കാര്യം അന്നായിരിക്കും തീരുമാനിക്കുക. പ്രോസിക്യൂഷൻ മൊഴി രേഖപ്പെടുത്തിയിട്ടും സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താത്തവരുടെ വിവരങ്ങളും മറ്റ് അനുബന്ധ തെളിവുകളും ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഹാരാജാസ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയും SFI യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്ന ഇടുക്കി വട്ടവട സ്വദേശി അഭിമന്യുവിനെ 2018 ജൂലൈ 2-നാണ് ക്യാമ്പസിനുള്ളിൽ വെച്ച് പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയത്. 2018 സെപ്റ്റംബർ 26-ന് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീടുണ്ടായ വിവിധ നിയമ തടസ്സങ്ങളും രേഖകൾ കാണാതായത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളും വിചാരണ വൈകാൻ കാരണമാവുകയായിരുന്നു. 2018-ൽ പിണറായി ആയിരുന്നു മുഖ്യമന്ത്രി. കോളേജിലെ പ്രവേശനോത്സവത്തിന്റെ തലേന്നായിരുന്നു അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത്. SFI ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തമ്മിൽ നടന്ന സംഘർഷത്തിനിടയിലാണ് മഹാരാജാസുകാർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായത്. SFI ബുക്ക് ചെയ്ത മതിലിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ചുവരെഴുത്ത് നടത്തുകയും ഇതിനു മുകളിലായി അഭിമന്യു വർഗീയത തുലയട്ടെ എന്ന് എഴുതുകയും ചെയ്തു. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ഇത് ചോദ്യം ചെയ്യുകയും പിന്നീട് നടന്ന സംഘർഷത്തിനിടെയാണ് അഭിമന്യു കുത്തേറ്റ് മരിക്കുന്നത്. കുത്തേറ്റ ഉടൻ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അന്ന് നടന്ന സംഘർഷത്തിൽ BA ഫിലോസഫി വിദ്യാർത്ഥിയായ അർജുനും എക്കണോമിക്സ് വിദ്യാർത്ഥിയായ വിനീത് കുമാറിനും കുത്തേറ്റിരുന്നു. അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിചാരണ തടസ്സപ്പെടുത്തി പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കം ഹൈക്കോടതി നേരത്തെയും തടഞ്ഞിരുന്നു. SDPI പ്രതിസ്ഥാനത്തുള്ള കേസിൽ കോടതിയിലേക്കും തീവ്രവാദികളുടെ കറുത്ത കരങ്ങൾ കടന്നു ചെന്നുവെന്നാണ് സംശയിക്കുന്നത്. എന്നിട്ട് വിചാരണ വൈകിക്കാനും ശ്രമം നടക്കുന്നു. കോടതിയുടെ സേഫ് സ്റ്റേറ്റ് കസ്റ്റഡിയിലുള്ള രേഖകൾ കാണാനുമില്ല. ഒടുവിൽ അഭിമന്യുവിന്റെ അമ്മയെ രക്ഷിക്കാൻ ഹൈക്കോടതി വേണ്ടിവന്നു. അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ ആരംഭിക്കാൻ വൈകുന്ന കാര്യത്തിൽ ഹൈക്കോടതി 2020-ൽ റിപ്പോർട്ട് തേടി. വിചാരണ ആരംഭിക്കാത്തത് ചോദ്യം ചെയ്ത് അഭിമന്യുവിന്റെ അമ്മ ഭൂപതി നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ നടപടി. റിപ്പോർട്ട് നൽകാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് നിർദ്ദേശം നൽകി. പ്രതികളായ SDPക്കാരെ പിടിക്കാതിരിക്കാൻ CPM പരമാവധി സഹായിക്കാൻ നൽകിയ കേസാണ് ഇത്. 16 പ്രതികളും 125 സാക്ഷികളുമാണ് കേസിലുള്ളത്. തുടർന്ന് 2018 സെപ്റ്റംബർ 26-ന് കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും ഇതുവരെ വിചാരണ ആരംഭിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഭിമന്യുവിന്റെ മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചത്. വിചാരണ കഴിഞ്ഞ വർഷം അവസാനം ആരംഭിക്കാനിരിക്കെ കുറ്റപത്രമടക്കമുള്ള പ്രധാന രേഖകൾ വിചാരണ കോടതിയിൽ നിന്ന് നഷ്ടമായിരുന്നു. തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രോസിക്യൂഷൻ പുനഃസൃഷ്ടിച്ച രേഖകൾ കോടതിയിൽ സമർപ്പിച്ചു. കേസിലെ നിർണായക സാക്ഷികളായ 25 പേർ മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികളാണ്. ഇവരിൽ പലരും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരാണ്. എല്ലാവരും തന്നെ പഠനം പൂർത്തിയാക്കി കോളേജ് വിട്ടു. ഉപരിപഠനത്തിനും ജോലിക്കുമായി ചിലർ വിദേശത്തേക്ക് പോയി. ഇവരെ കണ്ടെത്തി സമൻസ് നൽകാൻ പോലും ബുദ്ധിമുട്ടാണ്. കേസിലാകെ 125 സാക്ഷികളുണ്ട്. ഇവരിൽ പലരെയും സ്വാധീനിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുന്നതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തെങ്കിലും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് അഭിമന്യു വധക്കേസിന്റെ കുറ്റപത്രം അടക്കമുള്ള 11 പ്രധാന രേഖകൾ മോഷണം പോയ സംഭവം റിപ്പോർട്ട് ചെയ്തത്. നഷ്ടപ്പെട്ട രേഖകൾ ഹൈക്കോടതിയുടെ അനുമതിയോടെ പ്രോസിക്യൂഷൻ പുനർനിർമ്മിച്ചിരുന്നു. തുടർന്ന് നിർണായക രേഖകളുടെ പകർപ്പ് പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ കൈമാറി. പുനർനിർമ്മിച്ച രേഖകൾ ഹാജരാക്കുന്നതിനെ പ്രതിഭാഗം എതിർത്തെങ്കിലും കോടതി ഇത് അനുവദിച്ചില്ല. രേഖകളുടെ പകർപ്പുകൾ സമർപ്പിക്കുന്നതിനെ എതിർക്കാൻ കഴിയില്ലെന്നും നേരത്തെ ലഭിച്ച രേഖകളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അക്കാര്യം ഉന്നയിക്കാമെന്നും കോടതി വ്യക്തമാക്കി. വിചാരണ കോടതിയിൽ നിന്നും കാണാതായ 11 രേഖകളുടെ സർട്ടിഫൈഡ് പകർപ്പുകളാണ് കോടതിയിൽ സമർപ്പിച്ചത്. അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ നടപടികൾ തുടങ്ങാനിരിക്കെയായിരുന്നു പ്രധാനപ്പെട്ട രേഖകൾ വിചാരണ കോടതിയിൽ നിന്നും നഷ്ടമായത്. ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ
പേടിയാണെന്നും നീതി നൽകുമെന്ന് വിശ്വസിക്കുന്നു, കോടതി പോലും അത് നിഷേധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നും അന്തരിച്ച CPM നേതാവ് സൈമൺ ബ്രിട്ടോയുടെ ഭാര്യ സീന ഭാസ്കർ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടാകും. അഭിമന്യു കൊലക്കേസിലെ സുപ്രധാന രേഖകൾ കോടതിയിൽ നിന്നും കാണാതെ പോയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു സീന ഭാസ്കർ. പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് നഷ്ടമായിരിക്കുന്നത്. എനിക്കും ബ്രിട്ടോയ്ക്കും മാനസികമായി വളരെ അടുപ്പമുള്ള വ്യക്തിയായിരുന്നു അഭിമന്യു. ഒരു ഉറുമ്പിനെ പോലും കൊല്ലരുതെന്ന് ആഗ്രഹിച്ചവൻ. അവനെ കൊലപ്പെടുത്തിയതിന്റെ രേഖകളാണ് ഇപ്പോൾ നീതിപീഠത്തിന് മുന്നിൽ നിന്നും നഷ്ടമായിരിക്കുന്നത്. കോടതി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് ഗുരുതര വീഴ്ച തന്നെയാണ്. അതേസമയം സെഷൻസ് കോടതിയിൽ നിന്ന് രേഖകൾ നഷ്ടമായിട്ടും അന്വേഷണത്തിന് ഉത്തരവിടാതെ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുകയാണ് ചെയ്തത്. കോടതിയിൽ നിന്ന് രേഖകൾ നഷ്ടമായ സംഭവത്തിൽ CPM-നെയും എതിരെ ഗുരുതര ആരോപണവുമായി അന്ന് BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രനും രംഗത്തെത്തിയിരുന്നു. പ്രോസിക്യൂഷന്റെ രേഖകൾ നഷ്ടമായത് ഉദ്യോഗസ്ഥർ തലത്തിലുള്ള കളികൾ മാത്രമല്ലെന്നും രാഷ്ട്രീയ തലത്തിലുള്ള കളികളാണെന്നാണ് സുരേന്ദ്രന്റെ ആരോപണം. പോപ്പുലർ ഫ്രണ്ടും CPM-ഉം തമ്മിൽ ശക്തമായ ധാരണയാണുള്ളത്. സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിന് പിന്നിലുള്ള ചില പ്രതികളും ഈ ആളുകളുമായി ബന്ധമുള്ളവരാണ്. അതുകൊണ്ടാണ് CPM-ഉം SFI-യും ആ കേസിൽ അങ്ങനെ ഒരു മുഖം സ്വീകരിച്ചതെന്നുമാണ് സുരേന്ദ്രൻ ആരോപിച്ചത്.